ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടീച്ചർ അമ്മയുടെ കയ്യിലുള്ള മൊബൈലിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വിഷ്ണു വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ എത്തിയ വീണ അത് താൻ യൂസ് ചെയ്യുന്ന മൊബൈലാണെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട്. നേരത്തെ തന്നെ കനിയും കല്ലുവും വീണയും കൂടി ആ മൊബൈലിൽ സ്കൂളിലെ ചില വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ്ണു ആ മൊബൈൽ വാങ്ങി നോക്കുമ്പോഴേക്കും വീണ അതെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. തൻ്റെ സ്കൂൾ ഗ്രൂപ്പും ടീച്ചിങ് നോട്ട്സുമെല്ലാം വീണ വിഷ്ണുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് എൻ്റെ അമ്മോ, ഇതിനാണോ ഈ വിഷ്ണുവേട്ടൻ ഇത്രയും വലിയ ബിൽഡപ്പൊക്കെ കാണിച്ചത്? ഞാൻ കരുതി വലുതെന്തോ പൊട്ടാൻ കിടക്കുവാണെന്ന് പറഞ്ഞ് കനി ചിരിക്കുന്നുണ്ട്. കാര്യമൊന്നും മനസ്സിലാവാതെ എന്താളിയാ വിഷയം ഇപ്പോൾ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. വിഷ്ണു ഒന്നും മിണ്ടാതെ ആ മൊബൈൽ വീണയുടെ കയ്യിലേക്ക് കൊടുത്തോണ്ട് അവിടെ നിന്നിറങ്ങി തൻ്റെ കാറിൽ കയറി പോകുന്നുണ്ടേ. അതെന്താവോ അളിയൻ മിണ്ടാതെ ഇറങ്ങിപ്പോയത് എന്ന് മഹേഷ് വീണ്ടും സംശയത്തോടെ പറയുമ്പോഴേക്കും വീണയെ സ്കൂളിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന മൊബൈൽ ഡീറ്റെയിൽസ് വിഷ്ണുവേട്ടൻ എങ്ങനെയോ കണ്ടുപിടിച്ച് സംശയം തോന്നി ചെക്ക് ചെയ്യുവാനിരിക്കുമായിരുന്നു. ഇപ്പം മൊബൈൽ പരിശോധിച്ചപ്പോൾ എല്ലാം ഓക്കെയായെന്ന് കനിയും പറയുന്നുണ്ട്. നിങ്ങൾ ഈ കളിക്കുന്നത് എന്തായാലും തീക്കളിയാ, സൂക്ഷിച്ചോന്ന് രാധ പറയുമ്പോഴേക്കും അച്ഛനെ വീണ്ടും വീണ്ടും ഈ അവസ്ഥയിലാക്കുന്നത് അമ്മയാ. ഇനി അത് ശരിക്കും വഷളാവത്തേയുള്ളൂ. അമ്മയാദ്യം അച്ഛനെ ഓക്കെയാക്കാൻ നോക്ക്. ഭാർഗവനപ്പൂപ്പനും രേണു ആൻറ്റിയും ഇപ്പോൾ ഇല്ലാത്തത് നന്നായി, അല്ലെങ്കിൽ അവർക്കും പല സംശയങ്ങളും കിട്ടിയേനെ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലു അകത്തേക്ക് പോകുമ്പോഴേക്കും രാധയും മഹേഷും അവളെ സംശയത്തോടെ നോക്കി നിൽപ്പുണ്ട്. പുറകെ തന്നെ വീണയും കനിയും കൂടി അകത്തേക്ക് പോകുമ്പോഴേക്കും മഹേഷ് കൈവരിയിരുന്നുകൊണ്ട് രാധയെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ഇവള് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മാത്രമാണോ മനസ്സിലാവാത്തത്, അതോ ഇവിടെ ആർക്കും മനസ്സിലായില്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും എടാ, വീണയുടെ കയ്യിലെ സ്കൂൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വേറൊരു മൊബൈൽ ഉണ്ടെന്ന്, അത് ട്രേസ് ചെയ്ത് വിഷ്ണുവേട്ടൻ ഇവിടെ വന്നു എന്ന് രാധയും പറയുന്നുണ്ട്. വിഷ്ണുവേട്ടനെ വെറുതെ അങ്ങനെ ഒരു സംശയം വരുമോ? അളിയൻ എന്തിനാവും മൊബൈൽ ട്രേസ് ചെയ്തിട്ടുണ്ടാവുക? അതാണെങ്കിൽ അളിയനെ അറിയുന്ന നമ്പറുമല്ല. വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? അളിയനെത്തുന്നതിന് തൊട്ടു മുമ്പല്ലേ വീണ ഇങ്ങോട്ട് വന്നത്? ആകെക്കൂടി ഒരു ദുരൂഹതയുടെ മണം എന്ന് സംശയത്തോടെ മഹേഷും പറയുന്നുണ്ട്. ഇവരെന്തോ പരിപാടി ഒപ്പിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അത് വിഷ്ണുവേട്ടൻ പൊക്കിക്കോളും എന്ന് രാധ പറയുമ്പോഴേക്കും അളിയൻ എൻ്റെ നമ്പറൊന്നും കയറി ട്രേസ് ചെയ്യാതിരുന്നാൽ മതി, അതോടെ തീർന്നു എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ടെൻഷനോടെ ഇരിപ്പുണ്ട്. പിന്നീട് ടീച്ചർ അമ്മയുടെ റൂമിലെത്തിയ വീണയാണ് കാണിക്കുന്നത്. എന്തായിന്ന് ടീച്ചർ അമ്മ അവളോട് ചോദിക്കുമ്പോഴേക്കും അമ്മയുടെ ഫോൺ കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഞങ്ങൾ വിഷ്ണുവേട്ടനെ കാണിച്ചു, തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വീണയും പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം, വിഷ്ണുവിന് സംശയമൊന്നും മാറിയിട്ടുണ്ടാവില്ല, ഇനിയും ഇതിൻ്റെ പിന്നാലെ വരാൻ സാധ്യതയുണ്ട് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അതെ, തൽക്കാലം ഈ ഫോൺ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അമ്മ എന്ന് വീണയും പറയുന്നുണ്ട്. അപ്പോഴാണ് ടീച്ചറമ്മ തനിക്ക് ലച്ചുവിനെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് പറയുന്നത്. ഉള്ളിൽ വല്ലാത്തൊരു കനം. അവൾ പിണങ്ങി ഇറങ്ങിയതുപോലെയാ ഒടുവിൽ പോയത് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഇനിയിപ്പോൾ പുറത്തേക്ക് പോവാൻ ഒറ്റയൊരു വഴി ലക്ഷ്മിക്കുഞ്ഞിയായിട്ട് തന്നെ ഇറങ്ങുന്നതാണെന്ന് വീണയും പറയുന്നുണ്ട്. മഹേഷിട്ടനും രാധേച്ചിയും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഞാൻ കാരണം അമ്മയുടെ കിടക്കുന്നെന്ന എല്ലാവരുടെയും ഉള്ളിലുള്ളത്. അതെനിക്കൊരു പൊള്ളല അമ്മ. ഇനിയും അമ്മ ഈ തടവറയിൽ തുടരേണ്ടതില്ല. അത് കാരണം നഷ്ടമാവുന്ന എന്ത് സഹിക്കാനും ഞാൻ തയ്യാറാ. അമ്മയ്ക്ക് പഴയ ജീവിതം തിരിച്ചു കിട്ടുന്നതിനേക്കാൾ വലുതൊന്നും എനിക്കില്ല. അമ്മ എന്നെ നിർബന്ധിച്ചേൽപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും പാടില്ലായിരുന്നു എന്ന് എനിക്ക് ശരിക്കും ബോധ്യമായി. ഇനിയെങ്കിലും എനിക്കത് തിരുത്തണമെന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ വീണ പറയുന്നുണ്ട്. നമുക്ക് ആലോചിക്കാം കുഞ്ഞി എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഇനി ആലോചനകളൊന്നുമില്ല അമ്മ, അമ്മ തയ്യാറാവണം എന്ന് വീണ ഉറപ്പിച്ച് പറയുമ്പോഴേക്കും എനിക്കാദ്യം വേണ്ടത് എൻ്റെ ലച്ചുവിനോട് എല്ലാം തുറന്നു പറയുക എന്നുള്ളതാ. കെട്ടിപ്പിടിച്ചൊന്ന് ഉറക്കെ കരയണമെന്ന് വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് ടീച്ചറമ്മ പറയുന്നുണ്ട്. വീണ അമ്മയുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് ഒക്കെ ശരിയാവും അമ്മ, ഞാൻ ശരിയാക്കും എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും ടീച്ചറമ്മയും കണ്ണീരോടെ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവിടെ താഴെ തളത്തിൽ മഹേഷും രാധയും കൂടി വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. മഹേഷെ, വിഷ്ണുവേട്ടൻ ആകെ കലിപ്പില്ല. ഇനി എന്തൊക്കെയാ ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഭാർഗവമാവനെ എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്യുന്നതാ നല്ലത് എന്ന് രാധ പറയുമ്പോഴേക്കും എന്തെങ്കിലും വഴി നോക്കാമെന്ന് മഹേഷും പറയുന്നുണ്ട്. അല്ലാതെ എന്നും അവരെ ഏതെങ്കിലുമൊക്കെ അമ്പലത്തിലേക്ക് പറഞ്ഞുവിടാൻ പറ്റില്ലല്ലോ. നിന്റെ അമ്മാവന് പിന്നെ ലക്ഷ്മി കുഞ്ഞിയെ സൽക്കരിച്ച് അടങ്ങുന്നല്ലേ, അപ്പോൾ അത് കഴിയുന്നവരെ പോവത്തില്ലായിരിക്കും. എന്തെങ്കിലും ഒരു പരിപാടി നോക്കണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ലക്ഷ്മി കുഞ്ഞിയെ കാണുന്നതും സേഫ് അല്ല എന്ന് രാധ പറയുമ്പോഴേക്കും അതും ശരിയാണെന്ന് മഹേഷും സമ്മതിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ കാഴ്ച കണ്ട് ലക്ഷ്മി അമ്പരപ്പോടെ നോക്കുന്നത്. വീണയുടെ കൂടെ ലക്ഷ്മിയായി മാറി ടീച്ചറമ്മ താഴോട്ടിറങ്ങി വരുന്നത്. അവരെ കണ്ട് ആഹാ, ഇപ്പോൾ ഒരു ഭയവുമില്ലാതെ പടിക്കെട്ടിറങ്ങി താഴേക്ക് വരാനുള്ള ധൈര്യമൊക്കെ ആയോ എന്ന് രാധ ചോദിക്കുന്നുണ്ട്. ഇത് എൻ്റെ വീടാ, ഇവിടെ ഞാൻ എങ്ങനെ നടക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
എന്ന് ടീച്ചറമ്മ ഉറപ്പിച്ചു പറയുമ്പോഴേക്കും ഇങ്ങനെയാണോ അറിയാവുന്നതെന്ന് രാധയും ചോദിക്കുന്നുണ്ട്. അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്ന് രാധയും. എന്നാ പിന്നെ മിണ്ടാതിരിക്കെ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഓ, ലക്ഷ്മി കുഞ്ഞയുടെ വേഷമിട്ടപ്പോൾ കുഞ്ഞയുടെ സ്വഭാവമായല്ലോ എന്ന് മഹേഷും പറയുന്നുണ്ട്. ആവാതെ നിവൃത്തിയില്ലല്ലോ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ദേ, ഇങ്ങനത്തെ പരിപാടിക്ക് അമ്മയ്ക്ക് കൂട്ടുനിന്ന നിന്റെ കാര്യം കുഴപ്പത്തിലാകും വീണേ എന്ന് മഹേഷ് വീണയോടായി പറയുന്നുണ്ട്. ലക്ഷ്മി കുഞ്ഞ് പറഞ്ഞിട്ടാ ഞാൻ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതിലെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ലക്ഷ്മി കുഞ്ഞോട് തന്നെ പറയുന്നതാവും നന്നാവുക എന്ന് വീണ പറയുമ്പോഴേക്കും എന്തേ, പരാതിയുണ്ടോയെന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒന്നും മിണ്ടാനാവാതെ നിൽക്കുമ്പോഴേക്കും അവരെ തള്ളി മാറ്റിക്കൊണ്ട് മാറട അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയും പുറകെ വീണയും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ടേ. അവർ രണ്ടുപേരും സിറ്റൗട്ടിലേക്ക് എത്തുമ്പോഴേക്കും അമ്പലത്തിലേക്ക് പോയ ഭാർഗവനും കൂട്ടരും തിരിച്ചു വരുന്നുണ്ട്. ഭാർഗവൻ സിറ്റൗട്ടിലേക്ക് കയറിക്കൊണ്ട് ടീച്ചറുടെ പെങ്ങൾ ഇന്നും നമ്മളെ കാണാതങ്ങ് പോവാൻ പോവുകയാണോ എന്ന് ടീച്ചറമ്മയോടായി ചോദിക്കുമ്പോഴേക്കും മഹേഷും രാധയും ആകെ ടെൻഷനോടെ നിൽപ്പുണ്ട്. അതെ, ട്രീറ്റ്മെന്റ് നടക്കുമല്ലേ, ഒന്നും മുടക്കാൻ പറ്റില്ലല്ലോ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഞങ്ങളേതായാലും ഇന്ന് അവിടെ ആശുപത്രി വരെ വരാനിരിക്കുകയായിരുന്നു എന്ന് ഭാർഗവനും പറയുന്നുണ്ട്. അവിടേക്ക് വരാതിരിക്കുന്നതാ നല്ലത്. അവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റിലായിരിക്കുമേ, തൈലം എന്തെങ്കിലുമൊക്കെ ഇട്ട് നിൽക്കുമായിരിക്കും എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഇന്നലെ ഇവിടെ വന്ന് വയ്യാതായി എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമായി എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും ടീച്ചറമ്മ സംശയത്തോടെ വീണയെ നോക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ഭാർഗവൻ ചോദിക്കുമ്പോഴേക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തോ ഒരു ക്ഷീണം പോലെ തോന്നിയതാണെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ഇന്നലെ മരുമോൻ പറഞ്ഞ കാടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയിരുന്നു എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും ടീച്ചറമ്മ ഇടം കണ്ണിട്ട് മഹേഷിനെ നോക്കുന്നുണ്ട്. നല്ല ശക്തിയുള്ള ദേവിയാ. അവിടുന്ന് തിരിച്ച് ടീച്ചറുടെ പെങ്ങളോടൊപ്പം ഭക്ഷണവും പങ്കിട്ട് പിരിയാമെന്നാ വിചാരിച്ചത്. ക്ഷേത്രത്തിലെത്തി മരുമോനെ വിളിച്ചിട്ട് പിന്നെ കിട്ടുന്നുമില്ല. പിന്നെ രാത്രി ഞങ്ങളിങ്ങു പോന്നു. അപ്പോഴാ ടീച്ചറുടെ പെങ്ങൾക്ക് വയ്യാത്തത് കാരണമാ ഇറങ്ങാൻ പറ്റാത്തതെന്ന് അറിഞ്ഞത് എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും ഞങ്ങളെന്നാ ഇറങ്ങട്ടെ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. ഇന്നലെയോ വിരുന്നു നടന്നില്ല, ഇന്നൊന്നിച്ച് ഒരു ചായ കുടിച്ചെങ്കിലും പിരിയാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ നമുക്ക് തിരിച്ചു മടങ്ങായിരുന്നു അല്ലേ എന്ന് ഭാർഗവൻ തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്. ഭാർഗവൻ ഇന്നു തന്നെ വീട് വിട്ടു പോകാമെന്ന് പറഞ്ഞതിൻ്റെ ആശ്വാസത്തിൽ എന്ന ചായ കുടിച്ചിട്ട് പോയാൽ മതി ലക്ഷ്മി കുഞ്ഞ എന്ന് മഹേഷും സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഇനി നിങ്ങളൊക്കെ എന്ന് നാട്ടിലേക്ക് വരുമെന്നോ ഞങ്ങളെയൊക്കെ എന്ന് കാണുമെന്നോ ആർക്കറിയാം. അതുകൊണ്ട് ഒന്നിച്ചിരുന്ന് ഒരു ചായ കുടിച്ച് പിരിയാം എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും രേണു സന്തോഷത്തോടെ ലക്ഷ്മി കുഞ്ഞ വാ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടേ. എല്ലാവരും കൂടി അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും മഹേഷ് ടെൻഷനോടെ രേണുവിനെ നോക്കുമ്പോഴേക്കും വാ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് രേണു മഹേഷിനെ അകത്തേക്ക് വിളിക്കുന്നുണ്ടേ. പിന്നീടൊരു ബീച്ചിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെയും ജാവേദിനെയുമാണ് കാണിക്കുന്നത്. എനിക്കിപ്പോൾ ഈ കാര്യത്തിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് ജാവേദ്. സരസ്വതി ടീച്ചർ ജീവനോടെ ഉണ്ടെന്ന് മാത്രമല്ല അവര് മാധവത്തിൽ വരികയും ചെയ്തു. വീട്ടിൽ തന്നെ പലർക്കും ഇക്കാര്യം അറിയാം എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അത് ശരിയാ സാർ എന്ന് ജാവേദും പറയുന്നുണ്ട്. പക്ഷേ ഒരു മേജർ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ നമ്മുടെ നീക്കങ്ങൾ ക്ലോസ് വാച്ച് ചെയ്യുന്നുണ്ട്, അത് നിരീക്ഷിക്കണം. നമ്മുടെ പല വിവരങ്ങളും ലീക്ക് ഔട്ട് ആവുന്നുണ്ട് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും എക്സാക്ട്ലി എന്ന് ജാവേദും സമ്മതിക്കുന്നുണ്ടേ. വീട്ടിൽ സംഭവിച്ച പല കാര്യങ്ങളും പ്ലാൻഡ് ആണ്. ഒപ്പമുള്ള ആരൊക്കെയോ തന്നെ നമുക്കെതിരെ കളിക്കുന്നുണ്ട് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അതെ സാർ, പലപ്പോഴും എത്തി എന്ന് കരുതുന്ന നിമിഷങ്ങളില്ല അതൊക്കെ ഡ്രോപ്പ് ആയി പോയിട്ടുള്ളത്. സാറിന്റെ ഫൈൻഡിങ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു എന്ന് ജാവേദും പറയുന്നുണ്ട്. ശരിക്കും ഒരു പ്ലേ ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇത്രയും എത്തിയില്ലേ ജാവേദ് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അതെ സാർ, എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് ജാവേദും പറയുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എത്രയും വേഗം സരസ്വതി ടീച്ചറെ ഫൈൻഡ് ഔട്ട് ചെയ്തേ മതിയാവൂ. മറ്റേ മുരുകേശൻ രത്നസ്വാമി ടീമിന്റെ നീക്കങ്ങൾ എന്താണെന്ന് നമുക്കൊരു പിടിയുമില്ല. അവർക്കിപ്പോൾ നമ്മളോടുള്ള ട്രസ്റ്റ് പോയി കാണും. കോർട്ട് വഴിയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ നമ്മളൊന്നും അറിയില്ല. ബോഡി റിമൈൻസ് എടുക്കാൻ എത്തുമ്പോഴേ അറിയൂ. പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. മോഹനാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെയുണ്ട് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ഏത് വിധത്തിലും നമുക്ക് പണി തരിക എന്നുള്ളത് അയാളൊരു വ്രതമാക്കി വെച്ചിരിക്കുക സാർ. തൊടാൻ പറ്റാത്തൊരു ചൊറിയൻ തവളയാണ് സാറേ അയാൾ എന്ന് ജാവേദും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, എന്തായാലും ഇത്തവണ നമുക്ക് പിഴയ്ക്കില്ല ജാവേദ്, നമ്മൾ കറക്റ്റ് ട്രാക്കാ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ജാവേദും അതെ എന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് മാധവത്തിൽ ലക്ഷ്മിയായി മാറിയ ടീച്ചറമ്മയും ഭാർഗവനും കൂടി ചായ കുടിക്കാനിരിക്കുന്നതാണ് കാണിക്കുന്നത്. പലഹാരങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു വരുത്തിച്ചതാ, ടീച്ചർ പെങ്ങൾ എല്ലാം എടുത്ത് കഴിക്കണം എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും അത് ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, എണ്ണ പലഹാരങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അത് കണ്ട് എന്തൊരു അഭിനയമെന്ന് രാധ മഹേഷിനോട് ശബ്ദം താഴ്ത്തി പറയുന്നുണ്ടേ.
ശശികലയുടെ ചായ പൊളപ്പനാണ് കേട്ടോ, ഇപ്പൊ കൊണ്ടുവരും. ശങ്കിച്ചിരിക്കാതെ എല്ലാവരും എടുത്ത് കഴിക്കേ എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും ഇപ്പൊ യഥാർത്ഥ ലക്ഷ്മിക്കുഞ്ഞ് കയറി വരണം എന്ന സീൻ കോൺട്രയാവുമെന്ന് മഹേഷും ശബ്ദം താഴ്ത്തി രാധയോട് പറയുന്നുണ്ട്. കൂടെ വിഷ്ണുവേട്ടനും കൂടി ആയാലോ എന്ന് രാധ ചോദിക്കുമ്പോഴേക്കും എന്ന പിന്നെ പൂർണ്ണമായി സമാധിയായി എന്ന് മഹേഷും. രേണുവിന്റെ അമ്മ ശശികല അപ്പോഴേക്കും ചായ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ടീച്ചർ പെങ്ങളെ എങ്ങനെയുണ്ടെന്ന് കുടിച്ചിട്ട് പറയണമെന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും ടീച്ചർ അമ്മ അത് കുടിച്ചു നോക്കിക്കൊണ്ട് സൂപ്പറാ, നല്ല ചായ എന്ന് പറയുന്നുണ്ട്. അതാണ് അക്കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടിയാ. സരസ്വതി ടീച്ചർക്ക് എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു എന്ന് ഭാർഗവൻ വെച്ച് കാച്ചുമ്പോഴേക്കും അത് കേട്ടോണ്ട് നിന്ന രേണുവും അമ്പരപ്പോടെ ഇരിക്കുന്നുണ്ട്. രാധയും മഹേഷും അത് കേട്ട് ചിരിക്കുമ്പോഴേക്കും ടീച്ചർ അമ്മയും അതേന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ നല്ല മരുമോളായിരുന്നു മോള് എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും ഇപ്പോഴും അതേന്ന് രാധയും പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹേഷ് രാധയോടായി പറയുന്നുണ്ട്, രാധേച്ചി അങ്ങേര് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഇടയ്ക്ക് കയറി അതിൻ്റെ ഫ്ലോ കളയല്ലേന്ന്. അപ്പോഴേക്കും ശശികലയും പറയുന്നുണ്ട്, ഒറ്റ മോളായോണ്ട് അണ്ണൻ ചെല്ലം പഠിപ്പിച്ചെങ്കിലും ഞാൻ നല്ല മര്യാദ പഠിപ്പിച്ച് തന്നെയാ വളർത്തിയതെന്ന്. ടീച്ചറമ്മ അത് കേട്ട് തലകുലുക്കുമ്പോഴേക്കും ആ മര്യാദ മുഴുവൻ എൻ്റെ ദേഹത്തുണ്ടെന്ന് മഹേഷും പറയുന്നുണ്ട്. അത് കേട്ട് അത് നിന്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണമാ കേട്ടോ എന്ന് രാധയും. അപ്പോഴേക്കും കൈവരിലിരിക്കുന്ന കനി വീണയോടായി പറയുന്നുണ്ട്, കണ്ടോ ലക്ഷ്മിക്കുഞ്ഞയ്ക്ക് നല്ല സ്വീകാര്യതയാ, നല്ല മതിപ്പും ബഹുമാനവും കിട്ടുന്നുണ്ടെന്ന്. പിന്നെ ഇടയ്ക്ക് നല്ല മാസ് ഡയലോഗും കീച്ചുന്നുണ്ടെന്ന് വീണയും. മോൾ ഈ വീട്ടിൽ വന്നത് മുതൽ വീടറിഞ്ഞും വീട്ടുകാരെ അറിഞ്ഞുമാ ജീവിക്കുന്നത് എന്ന് ഭാർഗവൻ പറയണ കേട്ട് പലഹാരം കഴിച്ചുകൊണ്ടിരുന്ന രേണുവിനെ നെറുകയിൽ കയറുന്നുണ്ട്. അങ്ങനത്തെ കുട്ടികളൊക്കെ തന്നെയാ ഈ വീടിന്റെ ഭാഗ്യമെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും രേണുവിന് എക്കിളും വരുന്നുണ്ട്. അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് രാധയും മഹേഷും. അവനപ്പോഴേക്കും രേണുകയുടെ അടുത്തേക്ക് വന്ന് ജഗ്ഗിന്ന് ഗ്ലാസ്സിൽ വെള്ളമെടുത്തൊഴിച്ചോണ്ട് ഈ നട്ടാക്കുരുക്കാത്ത നുണകൾ പറയുമ്പോഴാണ് എക്കിള് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ആ വെള്ളമെടുത്ത് കൊടുക്കുന്നുണ്ട്. അവൾ വെള്ളം കുടിക്കുമ്പോഴേക്കും കുറച്ച് പഞ്ചസാര തിന്നു കഴിഞ്ഞാൽ അതങ്ങ് മാറുമെന്ന് മഹേഷും. അതാണല്ലേ പഞ്ചാരകൾക്ക് ഇക്കിള് വരാത്തേന്ന് രേണു ചോദിക്കുമ്പോഴേക്കും കോമഡി പറഞ്ഞതാണോ, അങ്ങനെയാണെങ്കിൽ ഒരു സൂചന തരണം, ആൾക്കാരെയൊക്കെ ഇക്കിളിയാക്കി ചിരിപ്പിക്കാലോ എന്ന് മഹേഷും പറയുന്നുണ്ട്. കോമഡിയൊന്നുമല്ല, കാര്യമായിട്ട് പറഞ്ഞതാ, ഉടനെ സംഗതി ട്രാജഡി ആവും, സൂക്ഷിച്ചോ കേട്ടോ എന്ന് മഹേഷിനോട് രേണുവും പറയുന്നുണ്ടേ. പണി പാളി മാറി നിൽക്കുന്നതാ നല്ലതെന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് രാധയുടെ അടുത്തേക്ക് ചെന്ന് നിൽപ്പുണ്ട്. അപ്പോഴേക്കും ലക്ഷ്മിയാണെന്ന് കരുതി ഭാർഗവൻ ടീച്ചറമ്മയോടായി പറയുന്നുണ്ട്, ടീച്ചറുടെ പെങ്ങളെ ഞങ്ങൾ അമേരിക്കയിലേക്ക് ഒരു വിസിറ്റ് വരുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്ന്. അവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതിയെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അല്ല, ഞങ്ങൾ വിളിച്ചിട്ട് വരാം, എന്നാലല്ലേ ഞങ്ങൾക്കൊരു ധൈര്യമുള്ളൂ എന്ന് ഭാർഗവനും പറയുന്നുണ്ട്. ടീച്ചറമ്മ അത് സമ്മതിക്കുമ്പോഴേക്കും നമ്മൾ സിനിമാക്കാരാണെന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യവുമില്ലെന്നേ, ഒരു തവണയെങ്കിലും ഹോളിവുഡ് കാണണ്ടെന്ന് ഭാർഗവൻ ചോദിക്കുന്നുണ്ട്. വേണം അത് വേണമെന്ന് ടീച്ചറമ്മ സമ്മതിക്കുമ്പോഴേക്കും അപ്പോൾ അതായിരുന്നു മാമൻ്റെ വരുന്നിൻ്റെ ഉദ്ദേശമെന്ന് മഹേഷ് രാധയോട് ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ എങ്ങനെയാ ഭാർഗവ, രേണുവിനെയും മഹേഷിനും ഒക്കെ കൊണ്ടുവരില്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും ഇവരെന്തിനാ, ഞാനും ശശികലയും മാത്രമെന്ന് ഭാർഗവനും. ഇവർക്ക് സിനിമ എന്താണെന്നറിയോ, ഹോളിവുഡ് എന്താണെന്നറിയോ, വിളിച്ച വെറുതെ സായിപ്പിനെയും മദാമ്മയെയും കണ്ടോണ്ടിരിക്കാൻ വരും, അതിൽ കാര്യമൊന്നുമില്ലെന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും രേണുവും ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട്. അത് കേട്ട് മഹേഷിട്ടാ വിഷമിക്കണ്ട, നമുക്ക് ബോളിവുഡ് പിടിക്കാമെന്ന് കനിയും വിളിച്ച് പറയുന്നുണ്ട്. ആ സമയത്താണ് വിഷ്ണുവും മാധവത്തിലേക്ക് എത്തുന്നത്. ഇന്നിപ്പോൾ ലേറ്റായി, ഡോക്ടർ വഴക്ക് പറയുമേ, അതുകൊണ്ടാ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ ഡൈനിങ് ടേബിളിൽ നിന്ന് എണീക്കുമ്പോഴേക്കും കാര്യം പറഞ്ഞ ഡോക്ടർക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് അമേരിക്കയിൽ വെച്ച് കാണാൻ ദൈവം അവസരം തരട്ടെ എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും ഹോളിവുഡ് അല്ലേ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് വരുന്ന വിഷ്ണുവിനെ കണ്ട് മഹേഷ് ആകെ ഞെട്ടലോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അവൻ്റെ ഞെട്ടലോടെയുള്ള നിൽപ്പ് കണ്ട് രാധ അങ്ങോട്ട് നോക്കുമ്പോഴേക്കും തളത്തിൽ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. ചിരിയോടെ നിൽക്കുന്ന ടീച്ചർ അമ്മയും വിഷ്ണുവിനെ കാണുമ്പോഴേക്കും ആകെ ടെൻഷനോടെ നിൽപ്പുണ്ട്. വിഷ്ണുവിന്റെ സംശയത്തോടെ നോക്കിയുള്ള ആ നിൽപ്പ് കാണുമ്പോഴേക്കും എല്ലാവർക്കും ടെൻഷൻ ആവുന്നുണ്ടേ. വിഷ്ണു ടീച്ചർ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും എന്താ വിഷ്ണു പോലീസ് മുറിയിലൊരു നോട്ടം എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും അല്ല ഇനി എന്നെയും സംശയമുണ്ടോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും ഏയ് അങ്ങനെയൊന്നുമില്ലെന്ന് വിഷ്ണുവും ചിരിയോടെ പറയുന്നുണ്ട്. എന്നാൽ ഈ സ്വന്തക്കാരെ കാണുമ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ ബലം വിട്ടൊന്ന് ചിരിക്കടോ, എന്നാലല്ലേ എല്ലാവർക്കും സന്തോഷാവൂന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും ഇനി ശ്രദ്ധിക്കാമെന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. അത് കണ്ട് ചിരിയോടെ എന്ത് മാസ് പെർഫോമൻസാ എന്ന് കനി കല്ലുവിനോടായി പറയുമ്പോഴേക്കും കൊല മാസ് എന്ന് കല്ലുവും. എന്നാ പിന്നെ നമുക്ക് പോവാം എന്ന് വീണയോടും കനിയോടുമായി പറഞ്ഞുകൊണ്ട് ഇറങ്ങട്ടെ എന്ന് ഭാർഗവനോട് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനോടും യാത്ര പറഞ്ഞ് ടീച്ചറമ്മ അവിടെ നിന്നിറങ്ങി പോകുന്നുണ്ടേ. വിഷ്ണു സംശയത്തോടെ മഹേഷിനെ നോക്കുമ്പോഴേക്കും അവനും പേടിയോടെ നിൽക്കുന്നുണ്ട്.
മുറ്റത്തേക്ക് വരുന്ന ടീച്ചറമ്മയും വീണയും കാറിൽ കയറി. കൂടെ വന്ന കല്ലുവിനും കനിക്കും ബായ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടേ. അവർ പോകുന്നത് നോക്കി ചിരിയോടെ സന്തോഷത്തോടെ നിൽക്കുന്ന കല്ലുവിനെയും കനിയെയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.